2020 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഇന്ന് അരങ്ങേറ്റം കുറിച്ചേക്കും. അഭിഷേക് ശർമ്മയ്ക്ക് പകരമായിരിക്കും സഞ്ജുവിന് അവസരം ലഭിക്കുക. ലോകകപ്പിലെ രണ്ടാമത്തെ മത്സരത്തിൽ നമീബിയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വൈകിട്ട് 7-ന് ഡൽഹിയിലാണ് മത്സരം. കിലാഫാണ് വിവരങ്ങളുമായി നമുക്ക് സ്പോർട്സ് ഡെസ്കിനുള്ളത്. കിലാഫെ, ഗുഡ് മോർണിംഗ്. സഞ്ജു ഇന്ന് കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. പക്ഷെ അപ്പോഴും ഈ നഷ്ടപ്പെട്ട ഫോം തിരിച്ചെടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു, അല്ലേ? ഗുഡ് മോർണിംഗ് സേതു. തീർച്ചയായും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഇന്ന് ഒരു സഞ്ജു സാംസന്റെ ഒരു അരങ്ങേറ്റം, ലോകകപ്പിൽ അരങ്ങേറ്റം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ ഒരു അസുഖബാധിതനായതിനെ കൊണ്ടാണ് സഞ്ജുവിന് ഒരു അവസരം ലഭിക്കാൻ സാധ്യതയേറുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ താരം നെറ്റ്സിൽ മണിക്കൂറുകളോളമാണ് ചെലവിട്ടത്. ആദ്യ സന്നാഹ മത്സരത്തിൽ താരം ബോളർമാർ അടക്കം ബാറ്റ് ചെയ്തിട്ടും സഞ്ജുവിന് അവസരം ലഭിക്കാത്തതോടെ ഈ ഒരു ടൂർണമെന്റിലും 2024 ലോകകപ്പ് തന്നെ ആവർത്തിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. താരത്തിന് ബെഞ്ചിൽ തന്നെയായിരിക്കും അവസരം എന്ന രീതിയിലായിരുന്നു ഒരു പ്രചരണം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനൊക്കെ ഒരു അറുതി എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം അഭിഷേക് ശർമ്മയ്ക്ക് അസുഖബാധിതനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് സഞ്ജു സാംസനെ ഓപ്പണറായി തന്നെ സഞ്ജു സാംസൺ ഇത്തവണ ഈ ഇഷാൻ കിഷനോടൊപ്പം നമീബിയക്കെതിരെ കളിക്കുമെന്ന രീതിയിൽ ഒരു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇഷാൻ കിഷനോടൊപ്പം കഴിഞ്ഞ ദിവസം നെറ്റ്സിലെത്തിയ സഞ്ജു മണിക്കൂറുകളോളം പേസ് നിരയാണ് നേരിട്ടത്. അതിൽ ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ, അതേപോലെ തന്നെ ശിവം ദുബെ അടക്കമുള്ള താരങ്ങളെയാണ് സഞ്ജു സാംസൺ നേരിട്ടത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇതിനു മുൻപുള്ള അമേരിക്കക്കെതിരായ മത്സരത്തിൽ നെറ്റ്സിൽ പോലും സഞ്ജു സാംസൺ പരിശീലനം നടത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശീലനം നടത്തിയത് താരത്തിന് അവസരം ലഭിക്കും എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ നമീബിയക്കെതിരെ ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തും. ആദ്യ മത്സരത്തിൽ താരത്തിന് പനിയായതുകൊണ്ട് തന്നെ നഷ്ടമായിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സിറാജിന്റെ മികച്ച ഒരു ബോളിംഗ്. എന്നാൽ സിറാജ് ഈ ഒരു മത്സരത്തിൽ പുറത്ത് ആവാൻ സാധ്യതയുണ്ട്. കാരണം ജസ്പ്രീത് ബുംറ തിരിച്ചെത്തുന്നതോടെ സിറാജ് ബെഞ്ചിലിരിക്കും. കൂടാതെ നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മ ആശുപത്രി വിട്ടിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ തിലക് വർമ്മ അറിയിച്ചത്. എന്തായാലും താരത്തിന് വിശ്രമം അനുവദിക്കാനാണ് സാധ്യത. ആ ഒരു വിശ്രമം അനുവദിക്കുമ്പോൾ സഞ്ജു സാംസന്റെ സാധ്യത അവിടെ തെളിയുകയാണ്. കൂടാതെ ഈ സഞ്ജു സാംസന്റെ അരങ്ങേറ്റം കാത്ത്, അതായത് 2024 ലോകകപ്പിൽ താരം അംഗമായിരുന്നെങ്കിൽ ആ ഒരു ലോകകപ്പിൽ താരത്തിന് ഒരു കളി പോലും അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ ഒരു ലോകകപ്പിൽ കളിച്ചുകൊണ്ട് ഒരു ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ തന്നെയാണ് സഞ്ജുവിന്റെ ഒരു നീക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ശരി, ഓക്കെ കിലാഫെ, ശരി.